ആകാശ നിരീക്ഷകർ കാത്തിരുന്ന ചാന്ദ്രവിസ്മയം ദൃശ്യമായി തുടങ്ങി. ഇന്ന് ആകാശത്ത് ചന്ദ്രനെ ചുവന്ന നിറത്തിൽ കാണാം. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവന്ന നിറത്തിലാകുന്ന പ്രതിഭാസത്തെയാണ് ബ്ലഡ് മൂൺ അഥവാ രക്തചന്ദ്രൻ എന്ന് വിളിക്കുന്നത്. ഏകദേശം 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബ്ലഡ് മൂൺ പ്രതിഭാസം പൂർണ്ണതയിൽ 82 മിനിറ്റ് ദൃശ്യമാകും. സായ്കുമാറുണ്ട് വിശദാംശങ്ങളുമായി. സായ്കുമാർ കണ്ടോ ചാന്ദ്രവിസ്മയം? ആര്യ, ഇപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും ഈ ആകാശവിസ്മയം ദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അത്ര വ്യക്തമായി കാണാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ആ ഒരു വിസ്മയം, ദൃശ്യവിസ്മയം പൂർണ്ണതയിൽ തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പീക്ക് ടൈമാണ് ഇപ്പോൾ എന്ന് പറയാം. ഏകദേശം 8:58 മുതലാണ് ഈ ഒരു വിസ്മയം കണ്ടു തുടങ്ങിയത്. പുലർച്ചെ 2:22 വരെ ഇത് നീണ്ടു നിൽക്കും എന്നാണ് പറയുന്നത്. 11 മണി മുതലാണ് ഒരു പൂർണ്ണഗ്രഹണം ദൃശ്യമാകുന്നത്. ഈ സമയത്ത് ചുവപ്പ് നിറത്തിൽ നമുക്ക് ചന്ദ്രനെ കാണാം. ചെഞ്ചുവപ്പണിയുന്ന ചന്ദ്രൻ എന്നുള്ളതാണ് അതിനെ ആലങ്കാരികമായി നമുക്ക് പറയാൻ കഴിയുക. ബ്ലഡ് മൂൺ പ്രതിഭാസം ഇന്നും നാളെയുമാണ് അത് അനുഭവപ്പെടുന്നത്. ലോകത്തിൻ്റെ പലയിടത്തും അത് വ്യക്തമായി കാണാം. ഇന്ത്യയിൽ കുറെ കൂടി വ്യക്തമായി കാണാം. ഇന്ന് പലയിടത്തും ആകാശം തെളിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ മനോഹാരിതയിൽ തന്നെ എല്ലായിടത്തും ദൃശ്യമാകുന്നു എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് ചുവപ്പ് നിറത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന സൂര്യപ്രകാശത്തിലെ നീലരശ്മികൾ ചിതറിപ്പോകും. അതേസമയം തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് രശ്മികൾ വളഞ്ഞ് അത് ചന്ദ്രനിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണിത്. ഇത് ഏകദേശം 82 മിനിറ്റാണ് ഇതിൻ്റെ ഒരു പൂർണ്ണഗ്രഹണം നീണ്ടു നിൽക്കുന്നത്. ആ സമയത്താണ് ഇത് ഏറ്റവും മനോഹരമായി നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുക. നഗ്നനേത്രങ്ങൾ കൊണ്ട്, സൂര്യഗ്രഹണം പോലെ ഏതെങ്കിലും ഉപകരണത്തിൻ്റെ സഹായം ആവശ്യമില്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ദൃശ്യമാവുകയും ചെയ്യും. ഇതിനു മുൻപ് 2018 ഈ ഒരു വിസ്മയം നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഇങ്ങനെയൊരു ദൃശ്യം കാണണമെങ്കിൽ 2028 ഡിസംബർ 31 വരെ കാത്തിരിക്കുകയും വേണം. ഈ ഒരു ദശാബ്ദത്തിൽ തന്നെ സംഭവിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്രഹണങ്ങളിൽ ഒന്നാണ് ഇത് എന്നാണ് ഇത് പറയുന്നത്. ലോകത്തിലെ 85% ആളുകൾക്കും ഈ കാഴ്ചയുടെ ഭാഗം കാണാൻ കഴിയും എന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയോടൊപ്പം തന്നെ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ മിക്ക രാജ്യങ്ങളിലും ഇത് ദൃശ്യമാകുന്നുണ്ട്. യൂറോപ്പ്, ആഫ്രിക്ക, കിഴക്കൻ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലെ ഭാഗങ്ങളിലും ഇത് ദൃശ്യമാകുന്നുണ്ട്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വളരെ മികച്ച രീതിയിൽ തന്നെ ഇപ്പോൾ ഇത് കാണുന്നു. പല ശാസ്ത്ര സംഘങ്ങളും സംഘടനകളുമൊക്കെ ഇത് കാണാൻ പല വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ശാസ്ത്ര വിശകലനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആര്യ, ശാസ്ത്ര നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഇതിനെ സസൂക്ഷ്മം ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് മൂണിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകവും.